നമസ്കാരം. നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങളുണ്ട്, ഉറച്ച തീരുമാനങ്ങളുണ്ട്, അല്ലേ? പക്ഷെ അതെങ്ങനെ യഥാർത്ഥ വിജയമാക്കി മാറ്റാം? ഇതാണ് നമ്മളിന്ന് വിശദമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും അല്ലേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈയൊരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ ശീലം തുടങ്ങണം, അല്ലെങ്കിൽ ആ ഒരു വലിയ ലക്ഷ്യം അത് നേടിയെടുക്കണം എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തീരുമാനിക്കും. പക്ഷെ എന്താ സംഭവിക്കുക? കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ആ ആവേശമൊക്കെ എങ്ങോട്ടോ പോകും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന കണക്കില്ലേ, ഇത് ഒരുപക്ഷെ നമ്മളെ ഒന്ന് ഞെട്ടിച്ചേക്കാം. 100-ൽ 99% ആളുകളും ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പിൽ വീണുപോകുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെയോ എന്റെയോ ഒരു വ്യക്തിപരമായ പരാജയമല്ല. നമ്മളെല്ലാവരും ഒരുപോലെ നേരിടുന്ന ഒരു പൊതുവായ വെല്ലുവിളിയാണിത്. അപ്പോ നമുക്കിതിന്റെ ഒരു ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. എന്താണ് ഈ ചിന്തയെയും പ്രവൃത്തിയെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു അദൃശ്യമായ മതില്? അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെയാണ് നമ്മളിൽ പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ വിചാരിക്കും, അയ്യോ, എനിക്ക് വിൽ പവർ ഇല്ല, അതുകൊണ്ടാണ് പറ്റാത്തതെന്ന്. പക്ഷെ അതല്ല ശരിക്കും പ്രശ്നം. നമ്മുടെ തീരുമാനം ഒരു വിത്ത് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. നല്ല ഒന്നാന്തരം വിത്ത്, അതിന് നല്ല ശക്തിയുണ്ട്. പക്ഷേ ആ വിത്ത് വെറുതെ അവിടെ വെച്ചാൽ മതിയോ? ഇല്ലല്ലോ അല്ലേ? അതൊരു വലിയ മരമായി ഫലം തരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അതിനെ പരിപാലിക്കണം, വെള്ളമൊഴിക്കണം. ആ ഒരു പരിചരണമില്ലേ, അതാണ് കർമ്മം, അഥവാ പ്രവൃത്തി. അപ്പോ വെറും ഇച്ഛാശക്തി മാത്രം പോരാ, അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവാണ് പ്രധാനം. ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് സമയം കളയുന്നതിനു പകരം എത്ര ചെറുതാണെങ്കിലും ഒരു പ്രവർത്തനം അങ്ങ് തുടങ്ങുക. ആ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ് ഏറ്റവും പ്രധാനം. ശരി, അപ്പോൾ തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള ഈ ഒരു എനർജി അതെവിടെ നിന്ന് നമുക്ക് കിട്ടും? ഇവിടെയാണ് നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വളരെ ശക്തമായൊരു ആശയം വരുന്നത്. നമ്മുടെ ഇച്ഛാശക്തി എന്ന എഞ്ചിൻ ഓടണമെങ്കിൽ ഒരു ഇന്ധനം വേണ്ടേ? ആ ഇന്ധനമാണ് പ്രാണ ഊർജം അഥവാ ജീവശക്തി. പല പുരാതന തത്വങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന ഊർജമാണ്. നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ്. ഒരു കാര്യം ഓർക്കണം, ഇത് വെറും താൽക്കാലിക മോട്ടിവേഷനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. താൽക്കാലിക മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കരിമരുന്ന് പ്രയോഗം പോലെയാണ്. പെട്ടെന്ന് കത്തും, ആ നിമിഷം തന്നെ കെട്ടുപോവുകയും ചെയ്യും. എന്നാൽ പ്രാണ ഊർജം അങ്ങനെയല്ല. അത് ശാന്തവും എന്നാൽ സുസ്ഥിരവുമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഒരിക്കലും വറ്റാത്ത ഒരു ഊർജത്തിന്റെ ഉറവിടമാണ്. അപ്പോൾ ചോദ്യമിതാണ്, എങ്ങനെ ഈ സുസ്ഥിരമായ ഊർജം നമുക്ക് കൂട്ടാൻ സാധിക്കും? അതിനുള്ള വളരെ ലളിതമായ ഒരു വഴിയാണിത്. ഒന്നാമതായി, പ്രാണായാമം പോലുള്ള ശ്വസനക്രിയകൾ പരിശീലിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ജീവശക്തി, അതായത് പ്രാണ ഊർജം വർദ്ധിക്കും. ഈ വർദ്ധിച്ച ഊർജം സ്വാഭാവികമായും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാനുമുള്ള കഴിവിനെ മൂർച്ച കൂട്ടും. ഇതൊരു ഭയങ്കര ശക്തമായ ആശയമാണല്ലേ? നമ്മളെപ്പോഴും ചിതറിപ്പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനാണ് പാടുപെടുന്നത്. അതിന് പകരം നമ്മുടെ ഊർജത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഊർജം ഉയർന്നു നിൽക്കുമ്പോൾ മനസ്സ് താനെ ശാന്തമാവുകയും ശ്രദ്ധയോടെ ഇരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ആ വിടവ്, അത് നികത്താൻ സഹായിക്കുന്ന വളരെ പ്രായോഗികമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാലം എന്ന് തന്നെ വിളിക്കാം. സങ്കൽപ്പിക്കുക, നമ്മൾ നമ്മുടെ തീരുമാനങ്ങളുടെ ഒരു ദ്വീപിൽ നിൽക്കുന്നു. അപ്പുറത്ത് വിജയത്തിന്റെ ദ്വീപ്. അവിടേക്കെത്താൻ ഒരു പാലം വേണം. ആ പാലത്തിന് 3 പ്രധാന തൂണുകളുണ്ട്. ചെറിയ ലക്ഷ്യങ്ങൾ, കൃത്യമായ സമയപരിധി, പിന്നെ സാമൂഹികമായ ഒരു ഉത്തരവാദിത്തം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ വലിയ ലക്ഷ്യം ഒരു പർവ്വതം പോലെയാണെന്ന് വിചാരിക്കുക. ഒറ്റയടിക്ക് അതിന്റെ മുകളിലെത്താൻ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ പേടി തോന്നും. എന്നാൽ അതിനെ ഓരോ ദിവസവും ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ പടികളായിട്ടൊന്ന് വിഭജിച്ചു നോക്കൂ. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളതായി മാറും. ഓരോ ദിവസവും ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കുക, അത്രേ വേണ്ടൂ. ഓരോ ജോലിക്കും ഒരു അവസാന തീയതി അല്ലെങ്കിൽ ഒരു ഡെഡ്ലൈൻ വെക്കുന്നത് ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്നോ നാളെയോ ഇത് തീർക്കണം എന്ന് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ആ ഒരു ശീലം ഒഴിവാക്കി പ്രവർത്തനത്തിന് നല്ല വേഗത നൽകും. നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന 1-2 സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഒന്ന് തുറന്നു പറഞ്ഞു നോക്കൂ. അത് വലിയൊരു മാറ്റമുണ്ടാക്കും. കാരണം മറ്റൊരാളോട് വാക്കുകൊടുത്താൽ അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് ചെറിയൊരു മടി തോന്നും.
ഇത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിയായി മാറും. ശരി, ഇനി നമ്മൾ ഇതുവരെ സംസാരിച്ച ആശയങ്ങളെല്ലാം ഒരുമിപ്പിക്കുന്ന വളരെ പ്രചോദനാത്മകമായ ഒരു കഥയിലൂടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ കഥയെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു വലിയ കപ്പൽ, അത് നമ്മുടെ മികച്ച ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ എഞ്ചിനില്ലെങ്കിൽ അത് നിശ്ചലമാണ്, ഒരിടത്തും എത്തുകയുമില്ല. എന്നാൽ ഒരു ചെറിയ തോണി തുടർച്ചയായി തുഴയുന്നതിലൂടെ, അതായത് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. വിജയമെന്ന് പറയുന്നത് തുടർച്ചയായി തുഴയുന്നതിലാണ്, അല്ലാതെ വലിയൊരു കപ്പൽ സ്വന്തമാക്കുന്നതിൽ മാത്രമല്ല. ഇനി നമ്മളെ പ്രവർത്തനത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ചില ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരുപാട് ആലോചിച്ച് സമയം കളയാതെ പ്രവർത്തനം തുടങ്ങുക. ചിന്ത കുറച്ച് പ്രവൃത്തി ഇരട്ടിയാക്കുക. ഈ യാത്രയിൽ തിരിച്ചടികൾ തീർച്ചയായും ഉണ്ടാകാം. പക്ഷെ ഓർക്കുക, അതൊന്നും ഒന്നിന്റെയും അവസാനമല്ല. വീഴുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അതിപ്പോഴാണ്, ഈ നിമിഷം. ഇന്ന് തന്നെ തുടങ്ങുക. നാളേക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ അറിവുകളുടെ ഉറവിടം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ പഠനങ്ങളാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഒരു പടി മുന്നോട്ട് നയിക്കുന്ന ഏത് ചെറിയ കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കുക? ഒരുപാട് ആലോചിച്ച് സമയം കളയരുത്, ഇപ്പോൾ തന്നെ അത് ചെയ്യൂ. കാരണം വിജയം വരുന്നത് ചിന്തിക്കുന്നതിലൂടെയല്ല, ചെയ്യുന്നതിലൂടെയാണ്.